വൃദ്ധരായ ആളുകൾ പ്രയാസപ്പെടുന്നത്, രോഗികളായ ആളുകൾ കഷ്ടപ്പെടുന്നത്, ദരിദ്രരായ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം, ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ? അവലം നുഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അല്പമെങ്കിലും ബുദ്ധിയും തന്റേടവും പക്വതയുമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ പഠിക്കാനുണ്ടായിരുന്നു. ഇനി ഒരു രണ്ടാം ജീവിതത്തിന്റെ ആവശ്യമില്ല, ഇനി ഒരു പുനർജന്മത്തിന്റെ ആവശ്യമില്ല. വജാഅകുമുൻ നദീർ. ഇനി ബുദ്ധിയില്ലാത്ത തന്റേടമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വജാഅകുമുൻ നദീർ, നിരന്തരമായി മുന്നറിയിപ്പുകാർ വന്നില്ലയോ? പ്രവാചകന്മാരിലൂടെ, അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളിലൂടെ, അതുപോലെ തന്നെ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കുന്ന പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നരകത്തെയും സ്വർഗത്തെയും ചിത്രീകരിക്കുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെയും അല്ലാഹുവിന്റെ ശിക്ഷയെയും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ മുന്നറിയിപ്പുകാർ നിങ്ങളിലേക്ക് വന്നില്ലയോ? വജാഅകുമുൻ നദീർ. അല്ലാഹു മുന്നറിയിപ്പുകാരെ അയച്ചു, ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം തന്നു. എന്നിട്ടൊന്നും നന്നാവാൻ തയ്യാറാവാത്ത നിങ്ങൾ ഇന്നിവിടെ വെച്ച് അട്ടഹസിക്കുകയോ? ഇല്ല. ഫദൂഖു, നിങ്ങൾ അനുഭവിച്ചോളൂ. ഫദൂഖു, നിങ്ങൾ അനുഭവിച്ചോളൂ. മാലിൽ ളാലിമീന മിൻ നസീർ. അക്രമികളായ ആളുകൾക്ക് അല്ലാഹു ഒരു സഹായിയെയും നൽകൂല, സഹായിക്കുകയില്ല. അക്രമികളായ ആളുകളെ അല്ലാഹു സഹായിക്കുകയില്ല. നന്നാവാൻ അല്ലാഹു ചാൻസ് തന്ന്, അവസരങ്ങൾ തന്ന്, നന്നാവാതെ മരിച്ചു കഴിഞ്ഞ ശേഷം അല്ലാഹുവിന്റെ ഭയാനകമായ നരകം ലഭിച്ചപ്പോ ഇനി ഒരു പുനർജന്മം എനിക്ക് വേണമെന്ന് പറയുന്ന, കണ്ടാലേ തിരിച്ചറിയൂ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അനുഭവിച്ചാലേ തിരിച്ചറിയൂ എന്ന് പറയുന്നവർ, കിട്ടിയാലേ ഞാൻ പഠിക്കൂ എന്ന് പറയുന്നവർ, ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനമില്ല. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് തന്നെ യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്നാണ്. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. കണ്ടതേ വിശ്വസിക്കാൻ പാടുള്ളൂ, അതില്ല. അത് ഏത് അണ്ടനും അടകോടനും വിശ്വസിക്കാൻ പറ്റും, കണ്ട കാര്യങ്ങൾ. അപ്പൊ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, ഖബർ നമ്മൾ കണ്ടിട്ടില്ല, മഹ്ശർ നമ്മൾ കണ്ടിട്ടില്ല, നരകം നമ്മൾ കണ്ടിട്ടില്ല, ഇതൊന്നും കാണാത്ത ലോകമാണ്. ഇത് നമ്മൾ വിശ്വസിക്കുന്നു. എന്റെ ഹബീബ് അങ്ങനെ പഠിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നബി തങ്ങളെ കണ്ടോ? ഇല്ല. നബി തങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ല. ആര് പറഞ്ഞു? ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഉസ്താദുമാർ, പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച ആ ഒരു പാഠം. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്, സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന, ഗൈബായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ. അത്തരം ആളുകളുടെ ഹിദായത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിനെ പറഞ്ഞയച്ചത്. നമ്മൾ ഇവിടെ നിന്നാണ് ഒരുങ്ങേണ്ടത്. അവിടെ എത്തി ഒരുങ്ങാന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇവിടെ നിന്ന് നാളെ ആഖിറത്തിലേക്ക് ഒരുങ്ങേണ്ടവരാണ് നമ്മൾ. നാളെ പോയി സ്വർഗത്തിലെത്തി രണ്ടാമതൊരു ചാൻസ് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു നമ്മൾക്ക് തരില്ല. മഹാനായ മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹസാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലത് ലി ഉമ്മു ദർദാ, ഉമ്മു ദർദാ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു ദർദാ തങ്ങൾ പറഞ്ഞു എന്നോട്, യാ ഹസാൻ അലാ ഉഹദ്ദിസുക, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? മാ യഖൂലുൽ മയ്യിതു ഇദാ വുളിഅ അലാ സരീരി. മരിച്ച ഒരു മയ്യിത്തിനെ മയ്യിത്ത് കട്ടിലിൽ വെച്ചാൽ ആ മയ്യിത്ത് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലും ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവരെ നമ്മൾ മയ്യിത്ത് കട്ടിലിൽ വെക്കും. ആ സമയത്ത് മയ്യിത്ത് വിളിച്ചു പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഹസാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭല, പറഞ്ഞു തരൂ. അപ്പോഴാണ് മഹദി പറഞ്ഞത്, ഫഇന്നഹു യുനാദി, ആ മയ്യിത്ത് കട്ടിലിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, യാ അഹ്ലാ, എന്റെ വീട്ടുകാരെ, യാ അഹ്ലാ, എന്റെ വീട്ടുകാരെ, യാ അഹ്ലാ വയാ ജീറാനാ, എന്റെ അയൽവാസികളെ, എന്റെ അയൽവാസികളെ, എന്റെ കുടുംബക്കാരെ, വയാ ഹമലത സരീറാ,
എന്റെ മയ്യത്ത് കട്ടിൽ ചുമന്നവരെ. നമ്മളൊക്കെ മയ്യത്ത് കട്ടിലും പിടിച്ച് ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്, പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മയ്യത്ത് കട്ടിലിൽ നിന്ന് മയ്യത്ത് വിളിച്ചു പറയുന്നത്, എന്റെ കുടുംബക്കാരെ, എന്റെ വീട്ടുകാരെ, എന്റെ അയൽവാസികളെ, എന്റെ നാട്ടുകാരെ, എന്റെ മയ്യത്ത് ചുമന്നവരെ, ലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറത്നി. ദുനിയാവിനെ ചതിച്ചു കളഞ്ഞു, നിങ്ങളെയും ചതിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ലാ തഗുറന്നകുമുദ് ദുനിയാ. ദുനിയാവ് നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്, ദുനിയാവ് നിങ്ങളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പെട്ടുപോവരുതേ. ഞാൻ ഏതായാലും പെട്ടുപോയി. കമാ ഗറത്നി, ഞാൻ പെട്ടതുപോലെ നിങ്ങൾ പെടാൻ പാടില്ല. വലാ തലഅബന്ന ബികും കമാ തലഅബത് ബി. എന്നെ കൊണ്ട് ദുനിയാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്നെ ദുനിയാവ് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുത്തി. എന്നാൽ നിങ്ങളെ കളിക്കാൻ ദുനിയാവ് കളിപ്പിക്കും, പക്ഷേ നിങ്ങൾ കളിക്കരുത്. എന്നെ ദുനിയാവ് കളിപ്പിച്ചു, ഞാൻ ദുനിയാവിനെ വഴിപ്പെട്ടു പോയി. ഇനി നിങ്ങളെയും ദുനിയാവ് കളിപ്പിക്കും, നിങ്ങൾ ആ കളിയിൽ ചേരരുത് എന്ന് മയ്യത്ത് കട്ടിലിൽ വെച്ച് മയ്യത്ത് ചുമന്നു പോകുന്ന ആളുകളോട്, കുടുംബക്കാരോട്, അയൽവാസികളോട് മയ്യത്ത് പറയുന്നുണ്ട് എന്ന് മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് പറയാണ്, എന്റെ ഭാര്യയുണ്ട്, എന്റെ ഭർത്താവുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്. ലം യഹ്മിലു അന്നി മിൻ വിസ്രി ശൈആ. എന്റെ തെറ്റുകൾ ഏറ്റെടുക്കാൻ എന്റെ ഒരു മകനും തയ്യാറാകുന്നില്ല, എന്റെ ഭർത്താവ് തയ്യാറാകുന്നില്ല, എന്റെ ഭാര്യയും തയ്യാറാകുന്നില്ല, എന്റെ മക്കളും തയ്യാറാകുന്നില്ല എന്റെ തെറ്റുകൾ ഏറ്റെടുക്കാൻ. എന്റെ തെറ്റുകൾക്ക് ഞാൻ തന്നെയാണ് സമാധാനം പറയേണ്ടത്. എന്റെ ഒരു തെറ്റ് പോലും ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. വലോ ഹജ്ജൂനിൽ യൗമ ഇൻദൽ ജബ്ബാരി ലഹജ്ജൂനി. എനിക്കെതിരെ തർക്കിക്കാൻ, എനിക്കെതിരെ തെളിവ് പറയാൻ, എനിക്കെതിരെ സാക്ഷി നിൽക്കാൻ എന്റെ കുടുംബക്കാർക്ക്, എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന് അവസരം ലഭിച്ചാൽ ആ അവസരം അവരെ നഷ്ടപ്പെടുത്താതെ എനിക്കെതിരെ സാക്ഷി നിൽക്കാൻ വരെ അവർ തയ്യാറാകും. എന്നിട്ട് മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അദ്ദുന്യാ അസ്ഹറു ലിഖൽബിൽ അബ്ദി മിൻ ഹാറൂത വമാറൂത്. ഹാറൂത്തിനും മാറൂത്തിനും ദുനിയാവിനോടുണ്ടായിരുന്ന ഭ്രമത്തെക്കാളും ദുനിയാവ് എല്ലാ ആളുകളെയും മയക്കിക്കളയുമെന്ന് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ ദുനിയാവിൽ മയക്കിക്കളയും. എത്ര കിട്ടിയാലും നമ്മൾക്ക് തികയില്ല. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 10 കിട്ടുമ്പോ നമ്മൾക്ക് 100 വേണം, 100 കിട്ടുമ്പോ 1000 വേണം, ഇനി 1000 കിട്ടിയാലോ പിന്നെ 10000 വേണം. ഇങ്ങനെ ആശയാകുന്ന പാശം നമ്മുടെ ഈ ആഗ്രഹങ്ങളുടെ ഈ നീണ്ടു നിൽക്കുന്ന കയറ് അത് അസ്തമിക്കൂല, അത് നീണ്ടു പോവാണ്. അപ്പൊ ദുനിയാവ് നമ്മെ മയക്കിക്കളയും. ഹാറൂത്തിനെയും മാറൂത്തിനെയൊക്കെ മയക്കിയതുപോലെ അതിനേക്കാളും ഉഷാറായി ദുനിയാവ് നമ്മെ മയക്കിക്കളയും. ആരെങ്കിലും ഈ ദുനിയാവിനെ പിന്തുടരുകയും ദുനിയാവിന്റെ പളപ്പളപ്പിൽ മയങ്ങുകയും ചെയ്തു പോയാൽ അവര് ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് എന്നുള്ളൊരു സന്ദേശം മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ നമ്മൾക്ക് നൽകുകയാണ്. നമ്മളെല്ലാവരും ദുനിയാവിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും പേറി നടക്കുന്നു. അതോടൊപ്പം ചില സന്തോഷങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ പ്രശ്ന കലുഷിതമായ സങ്കീർണമായ സാഹചര്യങ്ങളിൽ വിജയത്തിന്റെ മന്ത്രങ്ങൾ എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന വിജയ രഹസ്യങ്ങളെ കുറിച്ച് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവര്യൻ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 30 വർഷക്കാലം ഇൽമ പഠിക്കുകയും എന്നിട്ട് 30 വർഷക്കാലത്തെ പഠനം പൂർത്തിയാക്കിയ ശേഷം തന്റെ ശിഷ്യനോട് ഉസ്താദ് ചോദിച്ചൊരു ചോദ്യമാണ്, 30 വർഷം പഠിച്ചിട്ട് എന്റെ മോൻ എന്താണ് എന്നിൽ നിന്ന് നേടിയത്? 30 വർഷക്കാലം എന്നിൽ നിന്ന് പഠിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടിയത്?
4-5 ദിവസം നീണ്ടു നിൽക്കുന്ന വഅൽ കഴിഞ്ഞ് സ്ഥിരമായി വഅലിൽ പങ്കെടുത്ത നിങ്ങളോട് 5 ദിവസത്തെ വഅലിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ വഅലിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വഅലിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ പറയാൻ നിങ്ങൾക്ക് മറുപടി വേണം. അതിനായിരിക്കണം നമ്മൾ വഅലിന് വരേണ്ടതും വഅലുകൾ സംഘടിപ്പിക്കേണ്ടതും. മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ 30 വർഷക്കാലം പഠിച്ചു കഴിഞ്ഞിട്ട് ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദ് ചോദിച്ചപ്പോ 30 വർഷക്കാലത്തെ പഠന കാലയളവിൽ എന്തു നേടി എന്ന് ചോദിച്ചപ്പോ എനിക്ക് വെറും 8 കാര്യങ്ങളാ പഠിക്കാൻ കഴിഞ്ഞത്. 8 കാര്യം പഠിക്കാൻ 30 വർഷം പോണോ? ചിലപ്പോ 50 വർഷം പോകേണ്ടി വരും. ചിലപ്പോ ഒരു നൂറ്റാണ്ട് പഠിച്ചാലും ഈ 8 കാര്യങ്ങൾ കിട്ടൂല. അങ്ങനെ ജീവിതത്തിലെ വിജയമന്ത്രമാക്കി മാറ്റാനുള്ള 8 വിജയ രഹസ്യങ്ങൾ നിങ്ങളുടെ കൂടെ പഠിച്ചതിൽ നിന്ന്, നിങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു